ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോണാസ് ക്രിയേറ്റീവ് ഹബ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചെമ്മീൻ മാങ്ങക്കറിയുടെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഉണക്ക ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ തലയും വാലും കളഞ്ഞ് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ ചെയ്തെടുക്കണം. ചെമ്മീൻ മാങ്ങക്കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1/4 കപ്പ് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തത്, 1 മാങ്ങ, 3 പച്ചമുളക്, 5 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, കടുക് 1 ടീസ്പൂണ്, ഉലുവ 1 നുള്ള് ഉലുവ, 1 ടൊമാറ്റോ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത്, 1 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്ത്, 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, പിന്നെ നമുക്ക് അരപ്പിനായിട്ട് 1/2 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 500 ml വാട്ടർ. നമ്മളൊരു പാൻ ചൂടാകാനായിട്ട് വെച്ചു. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഇതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉലുവ പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വെന്തുടയണം. ആ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പിനായിട്ട് നമ്മളിപ്പോൾ തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഇത് അരച്ചെടുക്കാം. നമ്മൾ അരപ്പിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടൊമാറ്റോസൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെമ്മീൻ വേകാനായിട്ട് കവർ ചെയ്ത് ഒരു 7 to 8 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇപ്പോൾ ഇതൊരു 8 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആ അരപ്പിനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 7 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 7 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കരിയാപ്പില കൂടി ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കരിയാപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. കരിയാപ്പിലോളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ചെമ്മീൻ മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.